ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലുള്ള ഒരു പഴയ കൈനറ്റിക് ഹോണ്ട ഉണ്ട്. 1997 മോഡൽ സ്കൂട്ടറായത്. ഇത് ഒരു 10-12 വർഷത്തോളമായിട്ട് യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്നതായിരുന്നു. ഇത് 2018 പ്രളയത്തിൽ ഏകദേശം ഒരു 2 ആഴ്ചത്തോളം വെള്ളത്തിൽ മുങ്ങിയിരുന്ന സ്കൂട്ടറാണ്. പിന്നീട് 2021 എനിക്കിത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ച് ഞാൻ കുറേ മെക്കാനിക്കിനോടൊക്കെ ചോദിച്ചു. അന്നേരം അവരൊക്കെ പറഞ്ഞ് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എഞ്ചിനൊക്കെ അയക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ ജാമായിരുന്നു. എഞ്ചിൻ ഞാൻ ഫ്രീ ആക്കി എഞ്ചിൻ അയക്കാതെ തന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഒരുപാട് വർഷമായിട്ടുള്ള ആഗ്രഹം ഇതൊന്ന് റീസ്റ്റോർ ചെയ്യണം എന്നുള്ളത്. ഇതിൻ്റെ റീസ്റ്റോറേഷൻ എന്തായാലും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന പരിപാടി ഇതിൻ്റെ ക്ലച്ച് കവർ ഊരിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ക്ലച്ച് എന്തായാലും അങ്ങ് മാറാം, കാരണം ഇതിൻ്റെ ക്ലച്ച് ഏകദേശം അന്നേ തീർന്നിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഒരു ക്ലച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് നാളായി വാങ്ങിച്ചു വെച്ചിട്ട്. അതെന്തായാലും ഇപ്പോൾ ഇതിലോട്ടൊന്ന് ഫിറ്റ് ചെയ്യാം. നമുക്ക് ക്ലച്ച് റിമൂവ് ചെയ്യുന്ന ടൈം അതിൻ്റെ ഡ്രം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള ഹോൾഡർ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. അതില്ലാത്തതുകൊണ്ട് കാറിൻ്റെ ഒരു വലിയ ടൈമിംഗ് ചെയ്യാൻ കയറ്റി ഒന്ന് ലോക്ക് ചെയ്ത് പിടിച്ച് നോക്കി, എന്നിട്ട് നടന്നില്ല. പിന്നീട് നമ്മൾ ചെട്ടുകുളങ്ങരയുള്ള ആശാനും പിള്ളേരും വർക്ക്ഷോപ്പിലെ അന്തു ആശാനാണ് നമുക്ക് ആ ടൂൾ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ആ ടൂളിട്ട് ഹോൾഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ക്ലച്ച് റിമൂവ് ചെയ്യാൻ പറ്റി. ഇതായിരുന്നു നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ക്ലച്ച്. അത് ഏകദേശം മൊത്തം തീർന്നിരിക്കുകയായിരുന്നു. ഇതായിരുന്നു നമ്മൾ സെക്കൻഡ് വാങ്ങിച്ചു വെച്ചിരുന്ന ക്ലച്ച്. ഇത് അത്യാവശ്യം നല്ലതായിട്ട് ഓടാനുള്ളത് തന്നെ ഉണ്ട്. അതിനുശേഷം ആ ഡ്രമ്മും അതേപോലെ തന്നെ ക്ലച്ചും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പേപ്പറിട്ടൊന്ന് നൈസ് ചെയ്തിട്ട് പിന്നെ കെട്ടി സെറ്റ് ചെയ്യുകയായിരുന്നു. ഇത് ഏകദേശം 2 ആഴ്ചത്തോളം വെള്ളത്തിൽ മുങ്ങിയിരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ എഞ്ചിനൊക്കെ നല്ല നോയ്സ് ഉണ്ട്. ഇപ്പം എന്തായാലും നിലവിൽ ക്ലച്ചേ മാറുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പാർട്സ് എല്ലാം വാങ്ങിച്ചിട്ടേ ബാക്കി വർക്കൊക്കെ ചെയ്യുന്നുള്ളൂ. ഗൈസ്, നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് കവറൊക്കെ കയറ്റി സെറ്റ് ചെയ്തായിരുന്നു. ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സൈലൻസർ ഇല്ല, അതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ട്. ഇതായിരുന്നു നമ്മുടെ വണ്ടിയുടെ സൈലൻസറിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു. ഇപ്പം ഗ്യാസ് വെൽഡിങ് അടച്ചിട്ടുണ്ട്. പിന്നാണെങ്കിൽ സൈലൻസറിന്റെ പാക്കിംഗ് ഒന്നും ഇപ്പോൾ കിട്ടാനില്ല. എന്തായാലും നമ്മുടെ കയ്യിൽ ഒരു പഴയ പാക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിട്ട് എന്തായാലും സൈലൻസറായിട്ട് സെറ്റ് ചെയ്യാം. നമ്മുടെ വണ്ടിയുടെ സൈലൻസറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഫൈനലി നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് ഒക്കെ സെറ്റ് ചെയ്ത് ബോഡി പാർട്സും എല്ലാം തിരിച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ഇനി ഇതിന്റെ ഫുൾ റീസ്റ്റോറേഷൻ വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇതിപ്പം വർക്ക് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ എടുക്കാനും ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. അതുകൊണ്ട് വേറെ അധികം ക്ലിപ്പൊന്നും ആഡ് ചെയ്യാത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ടാണ്. അതുവരെയും ഗുഡ് ബൈ.